ഇരതോട് പ്രദേശത്ത് 20 വീടുകളുണ്ട്. എല്ലാത്തിൻ്റെയും പരിസരം സമാന സ്ഥിതിയിലാണ്. പമ്പയാർ ഒഴുകുന്നത് കേവലം 50 മീറ്റർ മാത്രം അകലെയാണ്. പക്ഷേ ആറ്റിൽ വെള്ളം ഉയർന്നതല്ല ഇവിടെ ഈ വെള്ളക്കെട്ടിന് കാരണം. പെയ്ത് നിറയുന്ന വെള്ളം അവിടെ തന്നെ നിന്ന് ഒഴിയേണ്ട സ്ഥിതിയാണ്. എത്ര വർഷമായിട്ട് ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്? ഒരു 10-22 വർഷത്തിൽ മേളിലായിട്ട് ഇത് ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വകാര്യ വ്യക്തികൾ ഇതിൻ്റെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. ഈ ബുദ്ധിമുട്ട് കാലാകാലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. കരയിലും വെള്ളത്തിലുമായി ജീവിതം. ശക്തമായ മഴ ഏതാനും ദിവസം പെയ്താൽ ഇതാണ് സ്ഥിതി. സാധാരണയിലും താഴ്ന്ന ഭൂപ്രദേശം എന്നതാണ് ദുരിതത്തിന്റെ കാരണങ്ങളിൽ പ്രധാനം. ഇക്കാരണത്തെ തന്നെ വെള്ളം ഓവുചാലുകളിലൂടെ പൂർണ്ണമായി ഒഴുകിപ്പോകുകയില്ല. കയറിയ വെള്ളം വറ്റിപ്പോകുന്നതുവരെ കഷ്ടം സഹിക്കണം. അതിനു പക്ഷേ വേനൽക്കാലം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇനി ഈ വെള്ളം പറ്റണമെങ്കിൽ അടുത്ത വേനൽക്കാലത്തിൻ്റെ പകുതി ആവും. വേനൽക്കാലത്തിൻ്റെ പകുതിയോടുകൂടിയേ ഇവിടുത്തെ വെള്ളം പറ്റത്തുള്ളൂ. ഈ സ്ഥിതി വളരെ ദുസ്സഹനമായൊരു അവസ്ഥയാണ്. വെള്ളക്കെട്ട് ഒരാഴ്ച പിന്നിടുന്നതോടെ ചെടികളും മറ്റും അഴുകി മാലിന്യങ്ങളോടൊപ്പം ചേരും. ദുർഗന്ധം അസഹ്യമാകും. കുട്ടികളും പ്രായമേറിയവരും മുറ്റത്തേക്ക് ഒന്നിറങ്ങാനാകാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടും. 11ാം വാർഡ് എരതോടിലെ 20 വീട്ടുകാർ കാലങ്ങളായി ഈ ദുരിതം പേറുകയാണ്. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ നിറം തന്നെ നോക്ക്, വളരെയധികം ദുഷിച്ച നിറമാണ്. അതിനോടൊപ്പം തന്നെ ദുഷിച്ച മണവും ഇവരേണ്ട 6 മാസക്കാലം കണ്ടിന്യൂസ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. ഈ വീടുകളിലെല്ലാം 20 വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ളതാണ്. അവർക്ക് സാംക്രമിക രോഗങ്ങൾ ഒരു 6 മാസത്തേക്ക് വിട്ടൊഴിയാത്തൊരവസ്ഥ. ദിവസവും ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. കരതെളിയുന്ന കാലത്ത് എന്തെങ്കിലും കൃഷി ചെയ്താൽ ഫലം കിട്ടിത്തുടങ്ങുന്നതിന് പിന്നാലെ അടുത്ത വെള്ളക്കെട്ടാകും. ഇക്കുറി വെള്ളക്കെട്ടുണ്ടായതോടെ നാട്ടുകാർ സംഘടിച്ചു. ആറ്റിൽ നിന്നും ഇരതോട് ചെമ്പ് പാടശേഖരത്തേക്ക് വെള്ളം എത്തിക്കുന്ന ചാൽ യന്ത്രസഹായത്തോടെ തുറന്നു. പ്രദേശവാസി കയ്യേറി മൂടിയ ചാൽ തുറന്നതോടെ വെള്ളക്കെട്ടിന് നേരിയ ആശ്വാസമായിട്ടുണ്ട്. ഇതിപ്പോൾ പെയ്ത്ത് വെള്ളമായി ഇങ്ങനെ നിന്നത്. ഇനിയിപ്പോൾ ആറ്റിൽ നിന്നും കൂടെ കയറി വരാമെങ്കിൽ പുള്ളയെ പരിക്കകത്ത് കയറും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ഇതിലും ദുരിതമാണ്. ഈ വേനൽക്കാലം ആണെങ്കിലും കൊള്ളാം, അല്ലാതാണെങ്കിലും കൊള്ളാം. ഇത് നിലയിൽ നിന്ന് പറ്റണം. എങ്ങോട്ടും ഒഴുകി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പിന്നെ മെമ്പറും മറ്റുള്ളവരും എല്ലാം കൂടെ ഒരു മുൻഗണന എടുത്തതുകൊണ്ട് ഇത്രയും ഒരു ആശ്വാസത്തിൽ ആയി എന്ന് പറയാം. കുട്ടികളുടെ യാത്രയും പ്രശ്നത്തിലാകും. എൻ്റെ ബസ് വരുന്ന അവിടെ എന്നെ ഇവിടുന്ന് പപ്പായാണ് എടുത്തുകൊണ്ട് വന്നത്. 1/2 കിലോമീറ്ററോളം ഉണ്ട്. തിരിച്ചു അതുപോലെയാണ് വരുന്നത്. ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾക്ക് അകത്തിരുന്നാലും ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ട് പനിയൊക്കെ പിടിക്കാറുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ സമാന സ്ഥിതി നേരിടുന്ന നിരവധി മേഖലകൾ ഇനിയുമുണ്ട്. ഭൂമിശാസ്ത്രപരമായി കുട്ടനാടുമായി ഏറെ അടുപ്പം പുലർത്തുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം എന്നൊന്ന് പ്രദേശവാസികളുടെ ഉള്ളിൽ പോലുമില്ല. കയ്യേറിയ തോടുകളും ഓടകളും പൂർവ്വസ്ഥിതിയിലാക്കിയാൽ തന്നെ പ്രശ്നത്തിന് ആശ്വാസകരമായ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.